ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ബട്ടണും. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരയാണ് ഇനി എടുക്കാനുള്ളത്. ഇവിടെ ഞാൻ 6 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എത്രയാണോ നമ്മൾ പുളി എടുക്കുന്നത് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഉരുക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അതിനായിട്ട് ഞാൻ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചിയും പച്ചമുളകൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു അരിപ്പയിലൂടെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ശർക്കരയിലൊക്കെ നല്ല കരടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുറുകാൻ വെക്കാം. നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചിട്ട് നമുക്ക് പുളിയിഞ്ചിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഉഴുന്നിന് പകരം നമുക്ക് എള്ളും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന സമയത്ത് കൂടുതൽ പൊടിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്കിത് കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കുകയും വേണം. അതിനായിട്ട് ആ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് പുളിയിഞ്ചി ഒന്ന് നോക്കാം. ഇതിപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കാരണം ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുറുക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് തെറിച്ച് പുറത്തേക്ക് പോവുള്ളൂ. അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പുളിയിഞ്ചി കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിൽ ഒഴിക്കാവുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. ഇനി ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.